ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ആൻഡ് ലുക്ക് അറ്റ് ദ വെദർ ഗായ്സ്. ഇത് രാവിലെ ഒരു 6:30 ആയപ്പോൾ ഞാൻ എടുത്തു. ആ ഒരു ദിവസം ഫുള്ള് ഇങ്ങനെ തന്നെയായിരുന്നു. പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അങ്ങനെ ഫോണൊക്കെ എടുത്ത ന്യൂസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് മിക്ക സ്ഥലത്തും ഇതുപോലെ പുകമഞ്ഞും കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് അറിയാം. ഒരു സൈഡിലെ വിൻഡോ കൂടി നോക്കിയപ്പോഴാണ് അങ്ങനെ ഒരു ഇത് കണ്ടെങ്കിലും ഇപ്പുറത്തെ വിൻഡോയിൽ കൂടി നോക്കിയപ്പോൾ ഒന്നും കാണാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നെബുലൈസേഷനും കാര്യങ്ങളും ഉള്ള കാരണം അതോടെ ഉറക്കം ഒന്നും കറക്റ്റ് ആവണുണ്ടായിരുന്നില്ല. സ്കൂളിൽ പോകാൻ നേരത്ത് 8:30 വിളിച്ചാലും എണീക്കാത്ത പുള്ളേന് ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം 6 മണിക്കും 6:30ക്കും എണീക്കും. രാവിലെ ഇത്രയും നേരം കൊണ്ട് വന്നേക്കണ വണ്ടികളാണ് കാണുന്നത്. ഡോക്ടർ ശരിക്കും കഴിഞ്ഞ വീക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞെങ്കിലും എന്റെ എക്സാം ഒക്കെ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ നീട്ടി വെച്ചത്. ഇപ്പോഴാണെങ്കിൽ അതൊക്കെ വായിനൊന്നും ഒരു ചൊവയില്ലാത്ത കാരണം ഞാൻ എന്തെങ്കിലും സ്നാക്സ് ഐറ്റം മേടിക്കാന്ന് ഓർത്ത് താഴത്തേക്ക് പോകും. ഇവിടെയാണെങ്കിൽ എല്ലാ സ്ഥലവും ഒരുപോലെ ഇരിക്കുന്ന കാരണം നമുക്ക് മനസ്സിലാവൂല. ടവർ 1, 2 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഫ്ലോറിലും ഉണ്ട്. അതിനൊക്കെ ഓരോരോ ലിഫ്റ്റ്. നേരത്തെ തൊട്ട് ആദ്യം ഇവിടെ കാണിക്കണ കാരണം ഞങ്ങൾക്ക് പിന്നെ ഇത് ശീലം. പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ നല്ല ടാസ്ക് ആണ്. ആദ്യം അങ്ങനെ ഫ്രഷ് ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത നെബുലൈസേഷൻ ടൈമായി. ഇതാണ് നമുക്ക് ഇവിടെ നിന്ന് ബൈസ്റ്റാൻഡറിന് കിട്ടുന്ന ഫുഡ്. കൂടെ പായസമൊക്കെ ഉണ്ടാവുകയെ. പിന്നെ ആ ഒരു വ്യൂ ഒക്കെ കണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ബോറടി തുടങ്ങും. ഇങ്ങനെ ഒരു ബോറടി ഉണ്ടാവും അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ബുക്കും ക്രയോൺസ് ഒക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. ഇപ്പൊ ഇങ്ങനെ കളർ അടിക്കണം എന്നുള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് പിന്നെ വേറെ ടൈപ്പ് ഒക്കെ ആവും. ഇവിടെ ഈ റൂമിൽ പിന്നെ നമുക്ക് ബിവറേജ് സ്റ്റേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് കോഫിയോ ടീയോ ഗ്രീൻ ടീയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് കഴിയുമ്പോൾ അതോടെ കളറിങ് സെൻസ് മാറുമെന്ന്. ഇതുപോലെയൊക്കെ ആയിരിക്കും അടിച്ചു വെക്കുന്നത്. പിന്നെ അതൊക്കെ കണ്ട് ഗ്രീൻ ടീ ഒക്കെ കുടിച്ച് അറിയാലോ, നല്ല ടേസ്റ്റാണ് ഗ്രീൻ ടീ കുടിക്കാനായിട്ട്. ഇവിടെ ഒരു വൈകുന്നേരം ഒരു 5 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ ഹൗസ് ബോട്ട് പോകുകയെ. അപ്പം ഞങ്ങൾ കറക്റ്റ് ടൈമിൽ അത് നോക്കിയെന്ന് പറഞ്ഞാൽ അത് കാണാൻ പറ്റും. റൂമിൽ പിന്നെ ബോറടിക്കാനിരിക്കാനായിട്ട് നമുക്ക് ടിവിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാലും അതോടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് കളർ അടിക്കുക. ഇങ്ങനെ കയ്യിൽ ഈ കാനല കുത്തിയേക്കണേലൊക്കെ കളർ അടിച്ച് കളിക്കുക. കുറച്ച് നേരം കൊണ്ട് തന്നെ അവനെയും എന്നെയും ഡാഡേനെയും കളർ അടിച്ചേക്കണാണ് ഈ കാണുന്നത്. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ബുക്കും ക്രയോൺസും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായി. അങ്ങനെ രാത്രി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് 2 വിസിറ്റേഴ്സും വന്നായിരുന്നു, സെബാനും മേനെ. ഈ ആസ്റ്ററിന്റെ അങ്ങ് നോക്കിയിരിക്കണ ആ വിൻഡോയില്ലേ, അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു പാലം കാണാം. ആ പാലത്തിന്റെ അപ്പുറത്താണ് മേനയുടെ വീട്. മേന വന്നത് വെറുതെ അല്ല വന്നത്. അവന് ഒരു തോക്കും പിന്നെ ഫ്രൂട്ട്സും മിഠായി ഒക്കെ ആയിട്ടാണ് അവളെ കൊണ്ടുവന്നിട്ട് എന്താ കാര്യം, അവന്റെ കയ്യിൽ നിന്ന് നല്ല ചവിട്ടും കിട്ടുന്നുണ്ട്. പക്ഷേ അവന് ഭയങ്കര കാര്യമാണ് മേന വന്നത്. പിന്നെ പിറ്റേന്നും നോക്കിയിരിക്കണായിരുന്നു മേന ഇന്ന് വരുമോ എന്നും ചോദിച്ചോണ്ട്. ഇപ്പോഴാണെങ്കിൽ ആന്റിബയോട്ടിക് കയറ്റിക്കൊണ്ടിരിക്കണേണ്. അത് കാരണമാണ് അവൻ അനങ്ങാണ്ട് ആ ബെഡിൽ തന്നെ ഇങ്ങനെ കിടക്കണത്. അത് കഴിഞ്ഞിട്ട് വേണം അവനിനി ഈ തോക്ക് പൊട്ടിച്ചിട്ട് ഇതെങ്ങനെയാ വർക്ക് ചെയ്യണേന്നൊക്കെ നോക്കാനെന്നൊക്കെ പറഞ്ഞിരിക്കണേണ് രണ്ടുപേരും കൂടി. അവരിങ്ങനെ ചില്ല് ചെയ്തോണ്ടിരിക്കണേ. ഞാനും സെബാന അപ്പുറത്തിരുന്ന് കോഫിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കണേണ്. കാരണം ഞാൻ കോളേജിൽ പോയിട്ട് ഇപ്പോൾ ഒരു 5 ദിവസത്തോളമായി. അറ്റൻഡൻസ് പിന്നെ നമുക്ക് കിട്ടില്ല എന്ന് ഉറപ്പായതുകൊണ്ട് സീനൊന്നുമില്ല. അങ്ങനെ പിറ്റേന്നായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഡിസ്ചാർജ് ഡേ ആയി. കാനുല ഇടുന്ന ടൈമിൽ ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ഊരണ ടൈമിൽ അത്രയും ബഹളം ഉണ്ടാക്കിയില്ലെങ്കിലും എന്നാലും ഉണ്ടായിരുന്നു. പിന്നെ ഡിസ്ചാർജ് ആയി നമ്മൾ പിന്നെ ബില്ലിങ്ങും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോഴത്തേക്കും നമുക്ക് മെഡിസിനും കാര്യങ്ങളെല്ലാം ഫാർമസിയിൽ നിന്ന് കൊണ്ടുവരും. അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അങ്ങനെ പിന്നെ നമ്മുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് കുറച്ച് പേര് വരും. അത് കഴിയുമ്പോൾ അപ്പം ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ ഫെസിലിറ്റി എങ്ങനെ ഉണ്ടായോ, ഓക്കെ ആയിരുന്നോ, സാറ്റിസ്ഫൈഡ് ആയിരുന്നോ എന്നൊക്കെ. അങ്ങനെ അതൊക്കെ ഡോക്ടർ ഒരാഴ്ച വീട്ടിൽ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞ് റെസ്റ്റ് പറഞ്ഞേക്കണേണ്. അപ്പം അത്രേ ഉള്ളൂ. ബൈ.